ഡയബറ്റിക് ഡയറ്റ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ ഒരു അസുഖമാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് മെലിറ്റസ്. പണ്ട് ഇത് സമ്പന്നരുടെ അസുഖമെന്നും അറിയപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നിത് ലൈഫ് സ്റ്റൈൽ ഡിസീസായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുന്ന വ്യത്യാസം കൊണ്ട് നമ്മൾക്ക് ഈ രോഗത്തെ വളരെയധികം കൺട്രോൾ ചെയ്ത് ഒരു പ്രശ്നവുമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയും. ഡയബറ്റിക് ഡയറ്റ് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും എങ്ങനെയാണ് ഡയബറ്റിക് ഡയറ്റ് കഴിക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഡയബറ്റിക് ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നും ഡീറ്റെയിലായി ചോദിച്ചറിയാം. ഡയബറ്റിക് ഡയറ്റിനെ പറ്റി നമ്മളോട് സംസാരിക്കാനായി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കൊല്ലത്തെ മിയന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന അസീസിയ മെഡിക്കൽ കോളേജിലെ ഡയറ്റീഷ്യൻ പൂജയാണ്. നമുക്ക് പൂജയോട് തന്നെ ഡയബറ്റിക് ഡയറ്റ് എന്താണെന്നും ഡയബറ്റിക് ഡയറ്റ് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും എങ്ങനെയാണ് ഡയബറ്റിക് ഡയറ്റ് കഴിക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഡയബറ്റിക് ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നും ഡീറ്റെയിലായി ചോദിച്ചറിയാം. വെൽക്കം പൂജ. പൂജ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത് നമ്മൾ ഡയബറ്റിക് ഡയറ്റ്. കാരണം ഇന്ന് പലപ്പോഴും ആൾക്കാർക്ക് സംശയം തോന്നാം, എന്തുകൊണ്ടാണ് നമ്മൾ ഡയബറ്റിക് ഡയറ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം പല ആൾക്കാരും ഡയബറ്റിക് ഡയറ്റ് എന്തുവാണെന്ന് അവർക്കറിയാമോ എന്നും നമുക്കറിയില്ല. ഒരുപക്ഷെ അവർക്കറിയാമെന്ന് നമ്മളും വിചാരിക്കുന്നു. കാരണം ഷുഗറുള്ള പലരും വന്നിട്ട് അവർക്ക് ഡയബറ്റിക് ഡയറ്റിനെ പറ്റി ഒരു ബോധം ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ചിരിക്കുന്ന അതേപോലെ തന്നെ അവരും ഓറിയൻറ്റഡ് ആയിരിക്കാം ഒരു പക്ഷേ. എങ്കിലും അവരാ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുമോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയി ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവർ പലപ്പോഴും ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ ഡയബറ്റീസ് ഉള്ള ആൾ എന്താണോ ഡയറ്റ് കഴിക്കുന്നത് അത് അവർ ചോദിക്കും, ആ ഡയറ്റ് അവർ കഴിക്കും. പക്ഷെ ഒരിക്കലും എൻ്റെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഒരു ഇമ്പോർട്ടൻസ് പലരും കൊടുക്കാറില്ല. പലരും ജിലേബി കണ്ടാൽ പെട്ടെന്ന് കഴിക്കും, ഐസ്ക്രീം കണ്ടാൽ പെട്ടെന്ന് കഴിക്കും. എന്നിട്ട് പലരും ഞാൻ കേട്ടിട്ടുണ്ട് അവർ ചോദിക്കുന്നത്, ഇന്ന് ഞാൻ ഒരു ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ ഞാനൊരു ടാബ്ലറ്റ് കൂടുതൽ കഴിക്കാം. ഈ രീതിയിലൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ സ്വന്തമായിട്ട് നമ്മളങ്ങ് നിശ്ചയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നാമത് തോന്നുന്നത് നമ്മളെല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഉണ്ട്. കാരണം നമുക്ക് മെഡിസിനോ ആഹാരവും ഒന്നും നമുക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് ജീവിക്കുമ്പം നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം ഇപ്പം ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഡയറ്റ് കൺട്രോൾ ആവാത്തത് കൊണ്ട് ഡയബറ്റീസ് കൺട്രോൾ ആവുന്നില്ല. അപ്പം ഇവർക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെ ഡയറ്റ് കഴിച്ചാൽ എൻ്റെ ഡയബറ്റീസ് കൺട്രോൾ ആവും, ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടും എൻ്റെ ഡയബറ്റീസ് കൺട്രോൾ ആവുന്നില്ല, ഇങ്ങനെയൊക്കെ ആൾക്കാർ പലരും പറയാറുണ്ട്. ആൾക്കാർക്ക് കുറച്ചും കൂടെ ഡയബറ്റിക് ഡയറ്റ് എത്രമാത്രം ഇമ്പോർട്ടൻസ് സമൂഹത്തിലുണ്ട് എന്ന് മറ്റുള്ളവർക്കൊന്ന് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചർച്ചയിലേക്ക് ഞാൻ പൂജയെ ക്ഷണിച്ചത്. അപ്പം എന്താണ് ഈ ഡയബറ്റിക് ഡയറ്റ്? ആദ്യം തന്നെ മാം ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ മാം പറഞ്ഞതുപോലെ ഇന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ടുള്ളൊരു കാര്യമാണ് ഈ ഡയബറ്റിക് ഡയറ്റിനെ കുറിച്ചിട്ട്. അപ്പം ഡയബറ്റിക് ഡയറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓരോ പേഷ്യൻസിനും നമ്മൾ ആ പേഷ്യൻസിൻ്റെ ഹൈറ്റും വെയ്റ്റും കാര്യങ്ങളും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് കൊടുക്കുന്ന ഡയറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡയറ്റ് കൊണ്ട് മാത്രം നമുക്ക് അല്ലെങ്കിൽ മെഡിസിൻ കൊണ്ട് മാത്രം എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഷുഗർ. നമ്മൾ ഈ മെഡിസിനും അതുപോലെ തന്നെ ഡയറ്റും ഒരുപോലെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡയബറ്റിക് ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ ലോ ഫാറ്റ്, മോഡറേറ്റ് പ്രോട്ടീൻ, മോഡറേറ്റ് കലോറി എന്ന രീതിയിലായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് ഫുഡ്. അതുപോലെ തന്നെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഷുഗറുള്ള പേഷ്യൻസിന് അത് കഴിച്ചുകൂടാ ഇത് കഴിച്ചുകൂടാ, അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് കഴിക്കാവുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി കഴിക്കുന്നത് തന്നെ നമുക്ക് നിയന്ത്രിച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ കറക്റ്റ് രീതിയിൽ കറക്റ്റ് എമൗണ്ടിൽ അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. പലരും ചോദിക്കാറുണ്ട്, കാരണം ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഡിസ്റ്റർബ് ആവുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പം അതിനകത്ത് തന്നെ അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എനിക്ക് എത്രമാത്രം കഴിക്കാം, ആ ഒരു മെറ്റബോളിസം നടക്കണമെങ്കിൽ എൻ്റെ ഡെയിലി ഫുഡിൽ എനിക്ക് എത്രമാത്രം കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡഡ് ആക്കണം,
എന്നുള്ളതിനെ പറ്റി. കാരണം പലർക്കും ഉണ്ട്, ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ വൈകുന്നേരം കുറച്ച് ചോറേ കഴിക്കാറുള്ളൂ, ചോറിന് പകരം ചപ്പാത്തി കഴിക്കാമോ? അപ്പോൾ ഈ ചപ്പാത്തിയിലും ചോറിലും തുല്യ അളവാണോ, ഏകദേശമാണോ? അപ്പം നമ്മൾ കഴിക്കുന്ന, പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ കഴിക്കുന്നത് ചുമന്ന അരി, വെള്ളയരി കഴിക്കുന്നവർ കുറച്ചാണ്. നോർത്ത് ഇന്ത്യൻസൊക്കെ വേറെ പച്ചയരിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഇതിനകത്ത് സ്റ്റാർച്ചിൻ്റെ, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, അത് ഗോതമ്പിനകത്തുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണോ, അതോ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ചിലർ പറയും ഞാൻ ഇത്ര ചോറേ കഴിച്ചിട്ടുള്ളൂ, 2 ചപ്പാത്തി. ചിലർക്ക് ചോറ് ഇഷ്ടമല്ല, ചോറ് കഴിക്കുന്നതേ ഇഷ്ടമില്ലാത്ത പലരെയും എനിക്കറിയാം. അപ്പോൾ ഈ ചപ്പാത്തി മാത്രം കഴിച്ചതുകൊണ്ട് അവരുടെ ഷുഗർ കുറയുമോ? അതിനെപ്പറ്റി എന്താ പൂജയ്ക്ക് പറയാനുള്ളത്? ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ലോ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പേഷ്യൻസിന് അഡ്വൈസ് കൊടുക്കുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം 2 തരം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതായത് കോംപ്ലക്സും ഉണ്ട്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അത് നമുക്ക് സ്ലോലി നമ്മുടെ ബോഡിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നതെല്ലാം സ്ലോലിയാണ്. അതുകൊണ്ട് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കാം. നമുക്ക് കഴിക്കുന്ന എമൗണ്ട് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ചപ്പാത്തി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ഒരു 2 ചപ്പാത്തി 3 ചപ്പാത്തി എന്നുള്ള രീതിയിൽ തന്നെ അത് നിർത്താൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പം ചോറ് അവോയ്ഡ് ചെയ്തിട്ട് ഒരു 6-7 ചപ്പാത്തി കഴിച്ചുകൊണ്ട് അത് ഒരു വ്യത്യാസം കാണിക്കുന്നില്ല. അപ്പം 2 ചപ്പാത്തി 3 ചപ്പാത്തി എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പോലെ ഹോൾ ഗ്രെയിൻസ്, പൾസസ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എമൗണ്ട് കുറച്ചിട്ട് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. അതായത് ഈ ശർക്കര, പഞ്ചസാര, തേന്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡയറക്റ്റ് അബ്സോർബ് ചെയ്യുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ബ്ലഡ് ഷുഗർ കൂടിയും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടിയും ചെയ്യുന്നത്. അതുകൊണ്ട് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ സ്വീറ്റ്സിന് പകരം, അതായത് ഷുഗർ കെയിനിൽ നിന്ന് കിട്ടുന്ന ആ വെള്ള പഞ്ചസാര സാധനമുണ്ടല്ലോ, വെള്ള പഞ്ചസാര, സാധാരണ നമ്മൾ പഞ്ചസാര എന്ന് പറയുന്നത് നമ്മൾ കോഫിക്കൊക്കെ ഉപയോഗിക്കുന്ന പഞ്ചസാര, അത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പം ആൾക്കാർ ജാഗറിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാഗറി, പിന്നെ വേറൊരു സാധനമുണ്ട്, ജാഗറിക്ക് പകരം കരിപ്പുട്ടി എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഈ സാധനം ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ പഞ്ചസാരയെക്കാട്ടി നല്ലതാണോ, അതോ പഞ്ചസാരയിലെ ദൂഷ്യം ഫലമാണോ ആൾക്കാരിൽ ഉണ്ടാക്കുന്നത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻലി ഇപ്പം ആദ്യം നമ്മൾ അഡ്വൈസ് കൊടുക്കുമ്പോൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ശർക്കര, പഞ്ചസാര, തേന്, ഈ 3 കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. കാരണം 3ഉം സിമ്പിൾ ഷുഗേഴ്സാണ്. അപ്പോൾ അത് കഴിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. കാരണം പെട്ടെന്ന് നമുക്ക് ഷുഗർ കൂടരുതല്ലോ. അപ്പോൾ ഈ 3 കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് ബെറ്റർ. ഈ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ശൈലി വെച്ച് രാവിലെ കുറച്ച് ഫുഡ് കഴിക്കുക, അതൊരു നല്ല ക്വാണ്ടിറ്റി കഴിക്കുക. പിന്നെ ഉച്ചയാകുമ്പം കുറച്ച് കൂടുതൽ ചോറ്, അതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ കാണും. ഈ ചോറല്ലാതെ തന്നെ വേറെ കപ്പയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണും. ഇതെല്ലാം സ്റ്റാർച്ച് ലിങ്ക്ഡാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പം എന്നിട്ട് അവർ വൈകുന്നേരം ഈ ഒരു ഡയറ്റിൻ്റെ മോഡിഫിക്കേഷൻ തന്നെയല്ലേ ഈ ഡയബറ്റീസ് നമുക്ക് കൂടുതൽ വരാനുള്ള ഒരു ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് തന്നെയാണോ പൂജയ്ക്കും ഉള്ള അഭിപ്രായം? കാരണം ഇത് സ്റ്റാർച്ചും നമ്മൾ സ്റ്റാർച്ച് ലോ സ്റ്റാർച്ച് ആയിരിക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം നമുക്ക് ചോറും ഈ ചീനിയും, നാടൻ പലരും കപ്പയെന്ന് പറയുന്നു. അപ്പോൾ ഈ കപ്പയും മീൻ കറിയും, അപ്പം ഇത് കഴിക്കുമ്പം ആൾക്കാർക്ക് അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇവരോട് പെട്ടെന്ന് ഇതൊന്നും കഴിക്കരുത്, ചപ്പാത്തി കഴിക്കണം എന്ന് പറയുമ്പോൾ ഈ പേഷ്യൻസ് തന്നെ ഒരു റിലക്റ്റൻസി വരുന്നുണ്ട്. ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഷുഗർ എന്ന് പറയുന്ന ഒരു ഇത് വരുമ്പം അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് എത്ര കലോറി കഴിക്കാം, ആ കലോറിക്ക് അനുപാതികമായിട്ട് നമുക്ക് എന്തൊക്കെ ഡയറ്റാണ് അവർക്ക് രാവിലെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഉച്ചയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, വൈകിട്ട് കഴിക്കാമെന്ന് അതിനാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു 3 നേരം അല്ലെങ്കിൽ 4 നേരമാണ് നമ്മൾ നോർമലി ഫുഡ് കഴിക്കുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു 6 നേരമായിട്ട്, അതായത് സ്പ്ലിറ്റ് മീൽസ് എന്നുള്ള രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമുക്കറിയാം ഒരു നേരം നമ്മൾ ഒരുപാട് എമൗണ്ട് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഷുഗർ കൂടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, കാരണം നമ്മൾ ഓൾറെഡി അല്ലെങ്കിൽ ഇൻസുലിനോ ടാബ്ലറ്റോ അതിൻ്റെ കൂടെ എടുക്കുന്നത് കൊണ്ട് അപ്പം നമുക്കങ്ങനെ ഷുഗർ കൂടാൻ പാടില്ല. അപ്പം പിന്നെ കുറഞ്ഞും പോകരുത്. അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് രാവിലെ ഉറക്കത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് 8 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ കൂടുതലും സ്റ്റീംഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഡലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ.
അപ്പം എന്ത് തന്നെ കഴിച്ചാലും അതൊരു 2-3 എന്നുള്ള അളവിൽ നിർത്താൻ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ അത് വയറ് നിറഞ്ഞില്ലെന്ന് വരും. അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും മുട്ടയുടെ വെള്ളയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാം ഷുഗർ ഉള്ളവർക്കാണെങ്കിലും ഇപ്പം യൂറിൻ പാസ് ചെയ്യുന്നത് പതഞ്ഞു പോവുകയും അങ്ങനെ പ്രോട്ടീൻ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ പ്രോട്ടീൻ ലോസും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ 2 ചപ്പാത്തി അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള എന്നുള്ള രീതിയിൽ കഴിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10:30-11 മണിക്ക് അത് നിർബന്ധമായിട്ടും എന്തെങ്കിലും കഴിക്കുക. കാരണം 10 മണിക്ക് എന്തെങ്കിലും സലാഡോ വെജിറ്റബിൾ സലാഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ പയർ പുഴുങ്ങിയതോ കടല പുഴുങ്ങിയതോ സ്നാക്ക് എന്നുള്ള രീതിയിൽ ഒരു 10 മണി 10:30 കഴിക്കാൻ വെച്ചാൽ ഇടയ്ക്ക് വെച്ച് നമ്മുടെ സ്റ്റൊമക്ക് എം ഡി ആക്കാൻ പാടില്ല. കാരണം നമ്മളിപ്പം 8 മണിക്ക് കഴിച്ചിട്ട് നമ്മൾ 10:30 കഴിച്ചില്ലെങ്കിൽ ഈ 12:30 കഴിക്കുന്ന പേഷ്യൻ്റ് അത്രയും എമൗണ്ടും കൂടെ കഴിക്കും. കാരണം അതിൽ നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അവർക്ക് അത്രയും വിശക്കുമല്ലേ. അപ്പം കാരണം രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആൾ ഇത്രയും വിശന്നിരിക്കുമ്പം ഉച്ചയ്ക്ക് എന്തായാലും നോർമലി ഒരു നല്ല രീതിയിൽ ചോറാണെങ്കിൽ ചോറ് നല്ല രീതിയിൽ കഴിക്കും. അപ്പം നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഈ 10:30 അല്ലെങ്കിൽ 11 മണിക്ക് നിർബന്ധമായിട്ടും എന്തെങ്കിലും സ്നാക്ക് എന്നുള്ള രീതിയിൽ ഈ പയർ പുഴുങ്ങിയതോ കടല പുഴുങ്ങിയതോ കൊടുക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ 11 മണിക്ക് കഴിച്ചു അല്ലെങ്കിൽ 10:30 കഴിച്ചു, അതിന് ശേഷം നമ്മൾ 12:30-1 മണിക്ക് തന്നെ ലഞ്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. ലഞ്ച് ആണെങ്കിൽ പോലും ഇപ്പം ഒരു നേരം നമുക്ക് അരിഹാരം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് അത്രയും ഷുഗർ കൂടി നിൽക്കാത്തൊരു വ്യക്തിയാണ്, 200 എബോ അല്ലെങ്കിൽ 400 ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് എങ്കിൽ നമുക്ക് ഒരു നേരം ചോറ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ ചോറ് നമ്മൾ എമൗണ്ട് കുറയ്ക്കുക, റൈസിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് കഴിക്കാൻ നോക്കുക. അതായത് 1 കപ്പ് എന്നുള്ള രീതിയിൽ റൈസ് എടുക്കുക. അതിൻ്റെ കൂടെ കറികൾ ഒരുപാട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പം ഇലക്കറികളാണെങ്കിലും ഇപ്പം ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കഴിക്കാൻ നോക്കുക. കൂടുതലും കറി വെച്ച് കഴിക്കാതെ കറി വെച്ച് കഴിക്കാം, അതായത് ഫ്രൈഡ് ആയിട്ട് എടുക്കാതെ കറി വെച്ചിട്ട് 2 പീസ് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വറുത്ത് പൊരിച്ച് ഡെയിലി ബേസിൽ എടുക്കാതിരിക്കാം. പിന്നെ ഈ പച്ചക്കറികൾ പയർ പുഴുങ്ങിയതാണെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ കുക്കുംബർ സലാഡായിട്ടോ എന്തെങ്കിലും ആ റൈസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. കാരണം നമുക്ക് വയറ് നിറയണം, അതാണ് നമ്മുടെ എയിം. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ. റൈസ് കുറച്ചിട്ടും കറികൾ ഒരുപാടും എന്നുള്ള രീതിയിൽ എടുക്കാൻ നോക്കാം. പിന്നെ അതിന് ശേഷം 2 മണിക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ 10:30 കഴിക്കാൻ പറഞ്ഞ ഐറ്റംസ് എന്തെങ്കിലും 2 മണിക്കും കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്ക് ചായ എന്നുള്ള രീതിയിൽ. പാലൊക്കെ ആണെങ്കിലും നമുക്ക് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഒരു ദിവസം നമുക്ക് 200 ml പാലൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചായ എന്നുള്ള രീതിയിലാണെങ്കിലും കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പാട മാറ്റിയിട്ട് എടുക്കാം. പാട മാറ്റി എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതാണെങ്കിൽ പോലും നമുക്ക് സ്റ്റീമഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നതായിരിക്കും ബെറ്റർ, ഹെൽത്തി എന്നുള്ള രീതിയിൽ. അതായത് ഫ്രൈഡ് ഐറ്റംസ് ആണെങ്കിലും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പം ഷുഗർ കുറഞ്ഞ് നിൽക്കുന്ന ടൈമാണ് അല്ലെങ്കിൽ നോർമൽ ആണ് എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും 1-2 എണ്ണം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ കൂടി നിൽക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഫ്രൈഡ് ഐറ്റംസും ബേക്കറി ഐറ്റംസും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഡിന്നർ ആണെങ്കിലും ഒരു 8 മണി 7:30 തന്നെ കഴിക്കാൻ നോക്കുക. അതായത് കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഡിന്നർ കഴിക്കാൻ നോക്കുക. ഡിന്നർ നമുക്ക് എന്തെങ്കിലും വീറ്റ് ബേസ്ഡ് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അതാണെങ്കിൽ ഒരു 3 2 എന്നുള്ള രീതിയിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാൻ കൂടുതലും ശ്രദ്ധിക്കുക. ഒരു നേരം ഒരുപാട് എമൗണ്ട് കഴിക്കാതെ സ്പ്ലിറ്റ് ചെയ്ത് അതായത് ഷുഗറുള്ള പേഷ്യൻസ് നോർമലി വിശപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വിശക്കുകയും ചെയ്യരുത്, എന്നാൽ ഷുഗർ കൂടുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ആ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിലെല്ലാം, അതായത് നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡ് ചെയ്തു, പിന്നെ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തു 10 മണിക്ക്, പിന്നെ 2 മണിക്ക് നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ഫാറ്റ് ആണെങ്കിൽ പോലും നമ്മൾ നോർമലി നമ്മൾ എണ്ണ തോരലിലാണെങ്കിലും നമുക്ക് ഫാറ്റും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചിട്ടാണ് എടുക്കുന്നത് മാത്രം. പൂജ, ഇതുവരെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഇതിനെപ്പറ്റി സംസാരിച്ചു, പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചു. ഇനി നമുക്ക് എത്ര ഫാറ്റ് നമുക്കൊരു ദിവസം ഇൻക്ലൂഡ് ചെയ്യണം? ഫാറ്റ് നമ്മൾ ഒരു ദിവസം പറയുന്നത് 15-20 ml പെർ ഡേ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 1 മന്ത് പറയുകയാണെങ്കിൽ ഒരു 500 ml പെർ ഹെഡ്. അതായത് ഒരു വീട്ടിലൊരാളുണ്ടെങ്കിൽ ആ ഒരു പെർ ഹെഡ് 500 ml വരെ നമുക്ക് ഫാറ്റ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ കേരള മലയാളീസ് ഒരുപാട് ഫാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 15-20 ml ഒന്നും അല്ല ഉപയോഗിക്കുന്നത്, അതിൽ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് കറക്റ്റ് നമ്മൾ ആ ഒരു ml തന്നെ
ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അതായത് ഫാറ്റ് ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്കറിയാം ഒരുപാട് നമ്മുടെ ബോഡിയിൽ തന്നെ ഓരോ ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്കും എല്ലാം ഫാറ്റ് വേണം. അപ്പം നമ്മൾ 15 തൊട്ട് 20 ml എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് അവർക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അതുപോലെ എക്സ്ട്രാ വരുന്ന ഫാറ്റൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതായത് ഫ്രൈഡ് ഐറ്റംസിൽ വരുന്നതായാലും ഇപ്പോൾ ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ പോലും അതിലൊക്കെ വരുന്ന ഫാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതുപോലെ റെഡ് മീറ്റ്സ്, അത് ബീഫ്, മട്ടൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അല്ലാതെ വരുന്ന കറികളിലും നമ്മൾ നോർമൽ തോരൻ വെക്കുന്നതിലും ഒക്കെ വരുന്നത് കൂട്ടുക. ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, ചിക്കൻ ലിവറും കുഴപ്പമില്ല. നമ്മൾ കൂടുതലും ഫാറ്റ് നമുക്കറിയാം കറി വെക്കുമ്പോൾ തന്നെ കാണാം, മട്ടണിലും ബീഫിലുമാണ്. അത് കറി വെക്കുന്ന ടൈമിൽ തന്നെ കൊഴുപ്പ് ഇറങ്ങുന്നതും കാണാം. അപ്പോൾ അതൊരു ഒക്കേഷണലി എന്നുള്ള രീതിയിൽ മാത്രം ഉപയോഗിക്കാം. ഒരിക്കലും ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നില്ല, മാസത്തിൽ 1-2 തവണ മാത്രം ഈ റെഡ് മീറ്റ്സ്, മട്ടനും ബീഫും ഉപയോഗിക്കുക. അല്ല ചിക്കനും ചിക്കൻ ലിവറും ഒക്കെ നമുക്ക് വല്ലപ്പോഴും അല്ലെ ആഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. കൺട്രോളിൽ കഴിക്കണം എന്നാണ് പൂജ ഇതുവരെയും പറഞ്ഞു വന്ന ഒരു അല്ലേ. കൺട്രോൾ അനുസരിച്ച് നമുക്ക് എല്ലാ ഐറ്റംസും കഴിക്കാം, പക്ഷെ ഒരു കൺട്രോളിലും നമ്മൾ മൾട്ടിപ്പിൾ ഡോസായിട്ട് കഴിക്കണം. അതായത് രാവിലെ 2-3 ചപ്പാത്തി കഴിക്കുന്ന ആൾ അല്ലെ 4 ചപ്പാത്തി കഴിക്കുന്ന ആൾ രാവിലെ 2 ചപ്പാത്തി കഴിക്കുക, പിന്നെ ടൈംലി ഫുഡ് അല്ലേ, അതല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് ഇടയ്ക്ക് വെച്ച് നമുക്ക് വിശപ്പ് വരാത്ത രീതിയിൽ നമ്മൾ കഴിക്കണം എന്നാണ് ഡയറ്റീഷ്യൻ്റെ അഭിപ്രായം. അപ്പം താങ്ക് യു പൂജ ഫോർ ബീയിങ് വിത്ത് അസ്. ഇനിയും ഞങ്ങൾ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് വരും. ടിൽ ദെൻ ബൈ.